കഴിഞ്ഞ ദിവസമാണ് ഉത്തര കൊറിയ, അതെ, കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഏകാധിപതി ഭരിക്കുന്ന ഉത്തര കൊറിയ, അമേരിക്കയോട് നിരന്തരം കലഹത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്തര കൊറിയ, ഈ ഉത്തര കൊറിയയിൽ അമേരിക്കയുടെ ഒരു വ്യോമാഭ്യാസം നടന്നത്. ഉത്തര കൊറിയയുടെ ന്യൂക്ലിയർ ആയിട്ടുള്ള എല്ലാ പദ്ധതികളും, അല്ലെങ്കിൽ ന്യൂക്ലിയർ ആണവ ഉൽപാദനം, അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എല്ലാത്തിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വ്യോമാഭ്യാസം അമേരിക്കയും ജപ്പാനും ഒരുമിച്ച് നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉത്തര കൊറിയയുടെ അതിർത്തിക്കടുത്ത് ഈ വ്യോമാഭ്യാസം നടന്നപ്പോൾ ചാടിയിറങ്ങിയത് റഷ്യയാണ്. ഉത്തര കൊറിയയെ തൊടുന്നതും ഞങ്ങളെ തൊടുന്നതിന് തുല്യമാണ് എന്നാണ് റഷ്യ ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞത്. ഇതേ തുടർന്ന് ആ സൈനികാഭ്യാസം നിർത്തിവെച്ച് അമേരിക്ക പിൻവാങ്ങുന്നു. അത് കഴിഞ്ഞ് വലിയൊരു താക്കീത് ഉത്തര കൊറിയ ജപ്പാന് കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരക്കണക്കിന് സൈനികർ, ദശലക്ഷക്കണക്കിന് അപകടകരമായിട്ടുള്ള പീരങ്കികൾ ഉത്തര കൊറിയ പരസ്യമായി റഷ്യയോട് കൂറ് കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 3 വർഷമായി തുടരുകയാണ്. മിസൈലുകൾ, റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ നിരവധി പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും യുദ്ധം കൂടുതൽ ഭീകരമാകുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ഉത്തര കൊറിയ റഷ്യയ്ക്ക് 40% വെടിമരുന്നാണ് നൽകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉത്തര കൊറിയ റഷ്യയ്ക്ക് ധാരാളം ബാലിസ്റ്റിക് മിസൈലുകളും പീരങ്കി സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് ഉക്രൈൻ്റെ ഇന്റലിജൻസ് മേധാവി കിറിൽ ബുഡനോവ അവകാശപ്പെട്ടിട്ടുണ്ട്. യുക്രൈൻ്റെ അവകാശവാദങ്ങളെല്ലാം ഒരു ഭയാനകരമായിട്ടുള്ള യുദ്ധത്തിലേക്കുള്ള തുടക്കത്തിൻ്റെ സൂചനയായിട്ടാണ് ലോക രാജ്യങ്ങൾ കാണുന്നത്. യുദ്ധത്തിനിടയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഏകാധിപതി കിം ജോങ് ഉന്നിനെ കാണാൻ ഉത്തര കൊറിയയെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കിറിലിൻ്റെ അവകാശവാദം വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ സൂചന നൽകുന്നു. ബ്ലൂംബെർഗ് റിപ്പോർട്ട് അനുസരിച്ച് 2024 ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതേ കരാർ പ്രകാരം റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ ആയിരക്കണക്കിന് സൈനികരെയും ദശലക്ഷക്കണക്കിന് പീരങ്കി ഉണ്ടകളും അയച്ചതായി ആരോപിക്കപ്പെടുന്നു. യാതൊരു ഉപാധികളും കൂടാതെ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുമെന്ന് കിം പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. അതിനായി തൻ്റെ സകല സൈനിക ശേഷിയും താൻ വിനിയോഗിക്കുമെന്നാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് അമേരിക്ക ഇപ്പോൾ യുക്രൈന് പിന്നിൽ അണിനിരന്നുകൊണ്ട് അവർക്ക് കനത്ത പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾ നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡൊണാൾഡ് ട്രംപ് നിരവധി പ്രധാന ആയുധങ്ങൾ യുക്രൈനിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നു. പുടിൻ ജനങ്ങളോട് നന്നായി പെരുമാറുന്നില്ല, അദ്ദേഹം ധാരാളം ആളുകളെ കൊല്ലുന്നു, പുടിനിൽ നിന്ന് ഞാൻ ധാരാളം അസംബന്ധങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനെ സഹായിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. എന്തായാലും വെടിനിർത്തലിന് യുക്രൈൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് ഉടനെ ഒന്നും സാധ്യമാകില്ല എന്ന് റഷ്യ ഇപ്പോഴും ഊന്നി പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.